ഹായ്, ഇസൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇന്നും അറിയാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യമായിട്ട് കരുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അതില്ലെങ്കിൽ പിന്നെ ആ ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇതറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു വീഡിയോ. കാരണം ഇതിൽ പറയുന്ന എല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതായത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ട്രസ്റ്റ്, റെസ്പെക്ട്, ഇൻറ്റിമസി ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബേസ് ആയിട്ടുള്ള കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ എന്ത് സംഭവം ചെയ്യുകയാണ്, ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോളിക്കുള്ള ഒന്നും തന്നെ നിലനിൽപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നതും ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കില്ല, നിങ്ങൾ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഇൻറ്റിമസി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, അതേപോലെ റെസ്പെക്റ്റ് ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി മനസ്സിലാക്കുന്നുണ്ട് രണ്ടുപേരും. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ സ്നേഹമൊക്കെ കൂടുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ആണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ്. ഈ പരസ്പരം ഉണ്ടാകുന്ന വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു 50% കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 90% ആളുകൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തൻ്റെ പാർട്ട്ണറെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരെ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലും അവരെക്കുറിച്ച് ചെറിയൊരു സംശയം പോലും വരില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം അവരെന്താണ് ചെയ്യുക, അവരെങ്ങനെയാണ്, അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് കൃത്യമായൊരു ധാരണ നമുക്കുള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്ത് തന്നെ മറ്റാരെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വന്നു എന്ന് തോന്നുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ല ഇവരെങ്ങനെയാണ്, ഇവർക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനായിട്ട് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ 90% വഴക്കുകൾ ഉണ്ടാവുന്നതും പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതായത് അവരെന്തെങ്കിലും പറയുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് ചിലപ്പോൾ അവർ പറയാറുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണത് അവരിങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്ത് ഹേർട്ട് ചെയ്തത് എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അതല്ല ഉദ്ദേശിച്ചത് എന്നവർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അവരെ നമുക്ക് കൃത്യമായിട്ട് ആ ആൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് പോലും ഇല്ലാതാവാൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പോലും കുറയാൻ ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പകുതിയോളം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പം മുന്നേ നടന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഉണ്ടാവില്ല. കുറേ ആളുകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ വരുന്ന ഒരു സംശയങ്ങളൊന്നും അവർ ചോദിക്കാതെ വരുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അവർക്കിടയിലുള്ള ഇങ്ങനെ പ്രശ്നങ്ങൾ എല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, തെറ്റിദ്ധാരണ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതൊക്കെ വലിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. സോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ പ്രശ്നങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിമസി നിങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഇൻറ്റിമസി നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ അത് ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ പേടികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ഇമോഷണൽ ഇൻറ്റിമസിയാണ്. അപ്പോൾ ഇമോഷണൽ ഇൻറ്റിമസി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവും. ഇത് രണ്ടും ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് രണ്ടും ഉണ്ടാവുന്നത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളും ഒരുമിച്ചുണ്ട്, പക്ഷെ നിങ്ങൾ തമ്മിൽ യാതൊരു രീതിയിലും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അവരവരുടെ ഫോൺ നോക്കിയിരിക്കുന്നു, നിങ്ങളുടെ ഫോൺ നോക്കിയിരിക്കുന്നു. അപ്പം ഇങ്ങനൊന്നും സംസാരിക്കാത്ത നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രണ്ടുപേരും കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാനൊന്നും ഉണ്ടാവില്ല, നല്ല മെമ്മറി എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യില്ല. നേരെ മറിച്ച് നിങ്ങൾ രണ്ടുപേരും ഉള്ള ആ സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ഭാവി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കും ആ ദിവസം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്.
പരസ്പരം സംസാരിക്കുന്ന ആളുകളും സംസാരിക്കാത്ത ആളുകളും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇൻറ്റിമസി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. നാലാമത്തെ ഒരു കാര്യം, എക്സ്പെക്ടേഷൻസ് ക്ലിയർ ആവും എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ് റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവരോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ അവർ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ മനസ്സ് തുറന്ന് അവരോട് സംസാരിക്കുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവരോട് പറയുന്ന പോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളോടും പറയും. അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്നുള്ള തോന്നില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പറ്റുന്നത് പോലെ അവർക്ക് ആ കാര്യം ചെയ്തു തരാൻ പറ്റും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പല റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്നത് കുറേ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അവർക്കത് നടത്താൻ പറ്റില്ല. കാരണം പാർട്ട്ണറോടൊന്നും അത് പറയാൻ പറ്റില്ല, ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അവരറിഞ്ഞ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കും. അപ്പോൾ അവരത് അറിയാത്തതുകൊണ്ട് തന്നെ അവർ ചെയ്തും തരില്ല. അപ്പം നമുക്ക് വല്ലാത്ത നിരാശ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിനോടൊരു ഇഷ്ടം കുറയും. പക്ഷെ ഇവിടെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്താനായിട്ട് പറ്റും. അങ്ങനെ നടത്താൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിരാശയല്ല, നേരെ മറിച്ച് ഈ ബന്ധം എനിക്ക് കിട്ടിയതിൽ വളരെയധികം ഭാഗ്യമാണ്, സന്തോഷമാണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. സോ എക്സ്പെക്ടേഷൻസ് ക്ലിയർ ആക്കാനും അത് നടത്താനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അതുപോലും ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പല കപ്പിൾസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ പല ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ ഇടയിലും വഴക്കുണ്ടാകുന്ന സമയത്ത് അവർ റെസ്പെക്റ്റ് ഇല്ലാതെ ബിഹേവ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ തനിക്ക് എങ്ങനെയും പറഞ്ഞ് ജയിക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ മനസ്സിലാക്കില്ല, അവരെ നമ്മൾ ബഹുമാനിക്കാതെ സംസാരിക്കുന്നുള്ളതാണ്. പക്ഷേ പരസ്പരം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കിടയിൽ ഓൾറെഡി ഒരു ഇൻറ്റിമസി വന്നിട്ടുണ്ടായിരിക്കും, പരസ്പരം അവർ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും. സോ റെസ്പെക്റ്റ് അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വഴക്കുണ്ടായാൽ അത് എത്ര വലിയ വഴക്കാണെങ്കിലും മോശം വേർഡ്സ് യൂസ് ചെയ്ത് അവരവരുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആളെ വേദനിപ്പിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം ഈ ഒരു വഴക്ക് ഇന്ന് തീരും, നാളെയും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവേണ്ട ആളുകളാണ് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. അവർക്കൊരിക്കലും അവരുടെ ആ സ്നേഹിക്കുന്ന വ്യക്തിയെ വിട്ടുകളയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എത്ര വലിയ വഴക്കുണ്ടായാലും അത് എങ്ങനെയും നല്ല രീതിയിൽ ഒത്തുതീർപ്പാക്കാനേ ശ്രമിക്കുകയുള്ളൂ. സോ കോൺഫ്ലിക്റ്റ് പോലും വളരെ സമാധാനപൂർവ്വമായിട്ട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ടൊരു ബന്ധത്തിൽ എന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടുകയുള്ളൂ. അത് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പരസ്പരം മനസ്സിലാക്കും തോറും നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴും നിങ്ങൾക്ക് സമയമില്ല, തിരക്കാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഡെയിലി നിങ്ങളൊരു 5-10 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അത് മതി അവർക്ക്. കാരണം അവർക്ക് അറിയാം നിങ്ങൾ തിരക്കിലുള്ള ഒരാളാണെന്നുള്ളത്. എന്നിട്ടും നിങ്ങൾ സമയം കണ്ടെത്തി വിളിക്കുമ്പോൾ അവരതിന് അത്രയും വാല്യൂ കൊടുക്കും എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിലും നിങ്ങൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിളിക്കാം. അതേപോലെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉള്ള കുറേ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ വേണമെന്ന് തോന്നുന്ന ആളുകളാണെങ്കിലും ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.